അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസിയായൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഭയാശങ്കയോടുകൂടിയും ബേജാറോടുകൂടിയും കാണുകയും ഓർക്കുകയും ചെയ്യുന്ന ഒന്നാണ് നരകം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് നിർവഹിക്കുന്ന തിന്മകൾക്ക് ഫലമായി, അവൻ ചെയ്യുന്ന ദൈവധിക്കാരങ്ങൾക്ക് ഫലമായി, ശാശ്വതമായി അനുഭവിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ശിക്ഷാമുറകളുടെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്നത്. ഞാൻ ഒരു ദിവസം മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കർമ്മഫലങ്ങളെല്ലാം പടച്ചറബ് പരിശോധിച്ച ശേഷം എനിക്ക് നരകമാണ് വിധിച്ചിട്ടുള്ളത് എങ്കിൽ എന്തായിരിക്കും റബ്ബേ ആ നരകത്തിൽ എൻ്റെ അവസ്ഥ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവർ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ 200-ലധികം ആയത്തുകളിലൂടെയാണ് നരകത്തെക്കുറിച്ചുള്ള വിവരണം പ്രിയമുള്ളവരെ നടത്തിയിട്ടുള്ളത്. നരകത്തിനെതിരെ ജാഗ്രത പുലർത്താൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബയെ കിറാമിനെ നിരന്തരം ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, ഫത്തക്കുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബയെ കിറാമിനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോട് പറയാറുള്ള ഒരു കാര്യം, അക്സിറൂ ദിക്റന്നാർ, നിങ്ങൾ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഫഇന്ന ഹർറഹാ ശദീദ്, ആ നരകത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് അതതി കഠിനമാണ്. വഇന്ന ഖഅറഹാ ബഈദ്, അതിൻ്റെ ആഴമെന്ന് പറയുന്നത് വളരെ വിദൂരമാണ്. വഇന്ന മഖാമിഅഹാ ഹദീദ്, ആ നരകത്തിനകത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നരകവാസികളെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നതോ അത് ഇരുമ്പ് കൊണ്ടുള്ളതാണ് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോടെപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഈ നരകത്തിൻ്റെ വലിപ്പമോ ആഴമോ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ചില ചിത്രങ്ങൾ വരച്ചു വന്നിട്ടുണ്ട്. ഒരിക്കൽ നബിയും സ്വഹാബിമാരും ഇരിക്കുന്ന സമയം ഒരു ശബ്ദം കേൾക്കുകയാണ്. സ്വഹാബയെ കിറാം ചോദിക്കുന്നു, റസൂലെ എന്താണ് ആ ശബ്ദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത മറുപടി, 70 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു നരകത്തിലേക്കിട്ടൊരു കല്ല് അതിപ്പോഴാണ് നരകത്തിൻ്റെ അടിയിലേക്ക് എത്തിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ 70 വർഷം ഒരു കല്ലതങ്ങനെ അടിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 70 വർഷം ഒരു കല്ല് സഞ്ചരിച്ചാലെത്തുന്ന ദൂരം എത്രയാണോ അതാണ് നരകത്തിൻ്റെ ആഴം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബയെ കിറാമിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, സൂര്യനെക്കുറിച്ച് പറയാറുള്ളത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പമാണ് ആ സൂര്യനുള്ളത് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഹദീസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് 15 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി നിറച്ചാലും സൂര്യനിൽ പിന്നെയും സ്ഥലം ബാക്കിയായിരിക്കുന്ന, ആലോചിക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, ഇതുപോലുള്ള 15 ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി സൂര്യൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ടാലും പിന്നെയും സൂര്യനകത്ത് സ്ഥലം ധാരാളം ബാക്കിയായിരിക്കും. അത്രയ്ക്ക് വിശാലമാണ് ആ സൂര്യൻ എന്ന് പറയുന്നത്, അതിൻ്റെ വലിപ്പം. ഹദീസുകൾ പഠിപ്പിക്കുന്നത്, ഈ സൂര്യനെ എങ്ങാനും നരകത്തിൽ കൊണ്ടുപോയി ഇട്ടാൽ, ഈ സൂര്യനെങ്ങാനും ആ നരകത്തിലേക്കൊന്ന് വീണാൽ അതൊരു ചെറിയ പൊട്ടുപോലെ, ഒരു ചെറിയ എന്തോ ഒരു സാധനം അത് വീണതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിപ്പമുള്ള ഒരു സംവിധാനമാണ് നരകം എന്ന് പറയുന്നത് എന്നാ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗം ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യൂതാ ബി ജഹന്നമ യൗമൈദിൻ ലഹാ 70000 സിമാം, നരകത്തിന് നാളെ പരലോകത്ത് അള്ളാഹു കൊണ്ടുവരും. അതിന് 70,000 കടിഞ്ഞാണുണ്ടാകുമെന്നാണ്.
70,000 കടിഞ്ഞാൺ ചങ്ങലയുണ്ടാകും ആ നരകത്തിന്. ആ ഓരോ ചങ്ങല പിടിക്കാനും 70,000 മലക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഓരോ 70,000 ചങ്ങലകൾ, അതിൽ ഓരോ ചങ്ങല പിടിക്കാനും 70,000 മലക്കുകൾ. മഹാന്മാരത് കണക്ക് കൂട്ടി പറയുന്നുണ്ട്. ഏകദേശം 490 കോടിയിലധികം മലക്കുകൾ. നോക്കൂ നിങ്ങൾ, ഞാനാ നേരത്തെ സൂചിപ്പിച്ചത്, നരകത്തിൻ്റെ വലിപ്പമോ അതിൻ്റെ ആഴമോ ഒരുപക്ഷെ നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ചില ചിത്രങ്ങൾ നമ്മളെ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, 490 കോടിയിലധികം മലക്കുകൾ വലിച്ചുകൊണ്ടുവരുന്നൊരു ഭീകരമായ സാധനമാണ്, സംവിധാനമാണ് നരകം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയൊക്കെ വലിപ്പത്തിൽ നരകത്തെ അള്ളാഹു സംവിധാനിച്ചിട്ട് കോടാനുകോടി മനുഷ്യരാ നരകത്തിലേക്ക് ഇട്ടുകൊടുത്താലും നരകമങ്ങനെ ഗർജിക്കുന്നത് കാണുമ്പോൾ അല്ല ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇനിയും നിറഞ്ഞില്ലേ നീ? ഇനിയും നിറഞ്ഞില്ലേ? 70 വർഷത്തോളം അടിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കല്ലിൻ്റെ ദൂരം 490-ലധികം കോടി മലക്കുകൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ഭീമാകാരമായ നരകം, 15 ലക്ഷത്തിലധികം ഭൂമിയെ ഇട്ടാലും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ സൂര്യൻ ആ നരകത്തിലേക്കൊന്ന് വീണാൽ അതൊരു ചെറിയൊരു പൊട്ടു വീണതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, അപ്പൊ അത്രയ്ക്കും ഭീകരമായ നരകത്തിലേക്ക് ജനകോടികളെ നിറച്ചു കൊടുത്തിട്ട് വീണ്ടും ആ നരകം അങ്ങനെ ഗർജിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഹലിം തലഅത്, ഇനിയും നീ നിറഞ്ഞില്ല അല്ലേ? അപ്പൊ തിരിച്ച് നരകം ചോദിക്കുന്ന ഒരു ചോദ്യം ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ? ഇനിയുമുണ്ടോ? നിന്നെ ധിക്കരിച്ചുകൊണ്ട് നടന്ന മനുഷ്യർ ഇനിയുണ്ടോ? തന്നോ? എത്ര തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രൂപത്തിൽ ആ നരകം മറുപടി കൊടുക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചല്ലോ, മനുഷ്യരായ നമുക്ക് ഊഹിക്കാൻ ആവുന്നതിലും വലിയ ഭയാനകതയും ഭീകരതയും കഠിനമായ ശിക്ഷയും അവശേഷിക്കുന്ന ഒരു ലോകമാണ് നരകമെന്ന് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹ് നരകം സൃഷ്ടിച്ചിട്ടൊന്ന് കാണാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ്. അങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു മറയാണ് അവിടെ, മറ കാണുന്നില്ല. വീണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ വന്ന് കാര്യം പറയുന്നു, വീണ്ടും അള്ളാഹ് തിരിച്ചു പോകാൻ പറയുന്നു. അങ്ങനെ നരകത്തെ കണ്ട ശേഷം വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? നരകത്തിൻ്റെ ഒരംശം ഭൂമിയിലുള്ള മനുഷ്യൻ അനുഭവിച്ചാൽ പിന്നെ ഒരാളും നരകത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യില്ല, അത് ഉറപ്പാണ്. ഇതാണ് ജിബ്രീലിന്റെ വർത്തമാനം. നരകത്തിലെ ഒരു അംശമെങ്ങാനും ഭൂമിയിലുള്ളൊരു മനുഷ്യൻ അനുഭവിച്ചാൽ പിന്നെ ഒരാളും നരകത്തിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യില്ലെന്ന കാര്യം ഉറപ്പാണെന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്നാണ് പറയണേ. നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. നരകത്തിന്, ആ നരകത്തീയിന് അതിന് ചില സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട് ഖുർആൻ പല പേരുകളിൽ അതിനെ വിളിച്ചിട്ടുണ്ട്. നരകം പല പേരുകളിൽ അറിയപ്പെടും. ഒന്ന് ജഹന്നം എന്നാണ്. ജഹന്നം എന്നത് നരകത്തിൻ്റെ ഒരു പേരാണ്. എന്താ ജഹന്നം എന്ന പേര് വരാനുള്ള കാരണം എന്നറിയോ? ആ തീ അങ്ങട്ട് ആളിപ്പടർന്നിട്ട് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ മുഖത്ത് കയറിപ്പിടിച്ച് മാംസം വലിച്ചെടുക്കുന്ന, അതുകൊണ്ടാണ് ആ നരകത്തിന് ജഹന്നം എന്ന പേര് വന്നത് എന്നാ പഠിപ്പിക്കുന്നത്. തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫിഹാ കാലിഹൂൻ. നമ്മൾ പറയില്ലേ, ഈ പെട്രോളൊക്കെ ഒഴിച്ച് തീ അടുത്ത് പോയിട്ട് തീ കണ്ട് ആളിപ്പിടിക്കും, കയറിപ്പിടിക്കും എന്നൊക്കെ പറയൂലേ, എന്നതുപോലെ നരകവാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരെ കാണുമ്പോഴേക്ക് അവരുടെ മുഖത്തേക്ക് അങ്ങോട്ട് ചാടിപ്പിടിച്ച് ആ മാംസങ്ങൾ മുഴുവനും വലിച്ചെടുക്കുന്ന തരത്തിലുള്ള തീയാണ് നരകത്തിൻ്റെ തീ. അതുകൊണ്ടാണ് അതിന് ജഹന്നം എന്ന പേര് വന്നത് എന്നാണ് ഹദീസിലുണ്ട്. നരകം ആളുകളങ്ങോട്ട് സ്വീകരിക്കും, എന്നിട്ടങ്ങനെ കരിക്കാൻ തുടങ്ങും. അവൻ്റെ എല്ലിൽ ഒരു മാംസ കഷ്ണം പോലും ബാക്കി വെക്കില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസിൻ്റെ അവസാനം ഇങ്ങനെയാണ്: നെരിയാണിയുടെ നരമ്പ് പോലും കരിച്ചെടുക്കുന്ന. ആ നെരിയാണിയിൽ നോക്കിയൊരു നരമ്പ് കാണാം. ആ നെരിയാണിക്ക് പുറത്തുകൂടെ പോകുന്ന നരമ്പിനെ പോലും കരിച്ചെടുക്കുന്ന തീയാണ് ആ നരകത്തിലെ തീ. അതുകൊണ്ട് ജഹന്നം എന്ന പേര്. നരകത്തീന് പറയുന്ന മറ്റൊരു പേര് ലളോ എന്നാണ്. കല്ലാ ഇന്നഹാ ലളോ നസാഅത്തൽ ലിശ്ശവ.
മനുഷ്യൻ്റെ കൈകാലുകളെ മുഴുവനും തിന്നെടുക്കുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അത്രമാത്രം മാരക പ്രഹരശേഷിയുള്ള തീയാണത്. മറ്റൊരു പേര് ഹുത്തമ എന്നാണ്. മനുഷ്യൻ്റെ നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ എല്ലുകളെപ്പോലും പൊടിച്ചു കരിച്ചു കളയുന്ന തീ. അതുകൊണ്ട് അതിന് ഹുത്തമ എന്ന പേര് കൊടുത്തു. മറ്റൊന്ന് ജഹീം എന്ന, ഇത് ഖുർആൻ പറഞ്ഞ പേരുകളാണ് നരകത്തിന്. ജഹീം എന്ന് പറഞ്ഞാൽ വലിയ വലിയ തീപ്പൊരികളുള്ളത് എന്ന ഹദീസുകളിൽ കാണാൻ കഴിയും. ആ നരകത്തിലെ ഒരു തീപ്പൊരിയുടെ വലിപ്പം അത് ഈ പ്രപഞ്ചത്തെക്കാൾ വലുതാണ്. ഒരുപക്ഷെ കുഞ്ഞു മനുഷ്യരായ നമ്മുടെ ചിന്തകൾക്കതീതമാണത്. നരകത്തിൽ നിന്നിങ്ങനെ തീയങ്ങനെ ആടിപ്പളരുമ്പോൾ അതിൽ നിന്ന് പടരുന്ന പറന്നു പോകുന്ന ആ നരകത്തീയുടെ ഒരു പൊരിയുണ്ടല്ലോ, തീപ്പൊരി. ആ ഒരു തീപ്പൊരിക്ക് ഈ പ്രപഞ്ചത്തെക്കാൾ വലിപ്പമുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ നമ്മളൊന്ന് ഇമേജ് ചെയ്ത് നോക്കുക എന്തായിരിക്കും നരകമെന്നുള്ളത്. മറ്റൊന്ന് അസ്സഈർ എന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞത്. അസ്സഈർ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും കത്തിജ്വലിച്ചു കൊണ്ടേയിരിക്കും, അത് കെട്ടുപോകില്ല. നരകത്തിലെ തീ ഒരിക്കലും കെട്ടുപോകില്ല. അതിനെ കത്തിച്ച നാൾ മുതൽ തന്നെ അതിങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അസ്സഈർ എന്ന് പറഞ്ഞു. മറ്റൊന്ന് ഹാവിയ എന്നാണ് നരകത്തിൻ്റെ പേര്. ഹാവിയ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത വിധമുള്ള ആഴത്തിലുള്ളൊരു പാതാളം. ആ അർത്ഥത്തിലാണ് അതിന് ഹാവിയ എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ നരകത്തിൻ്റെ ആ തീയിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ വെച്ചിട്ട് അള്ള കൊടുത്ത ചില പേരുകളാണ്. പടച്ചോ നമ്മളെ കാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ നരകത്തിലെത്തുന്ന മനുഷ്യനുണ്ടല്ലോ, എന്തിനാ നരകവും സ്വർഗമൊക്കെ നമുക്കറിയാം, പരലോകമൊക്കെ എന്തിനാന്നൊക്കെ നമ്മൾക്കറിയാം. ദുനിയാവിൽ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് കൃത്യമായ നന്മയ്ക്കും തിന്മയ്ക്കും കൃത്യമായ നീതിയോടുകൂടിയ ഫലം കിട്ടാനാ. അപ്പം ഇവിടെ ചെയ്യുന്ന തിന്മകൾക്ക് മുഴുവൻ ഫലം ഇവിടെ കിട്ടൂല. അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഒരാളെ കൊന്നാലും ഒരാൾ 10 ആളെ കൊന്നാലും എവിടെ നിന്ന് കിട്ടണ മാക്സിമം ശിക്ഷ എന്താ? ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്. നീതി കിട്ടുന്നില്ലല്ലോ. ബാക്കി 9 ആളെ കൊന്നു എനിക്കുള്ള ശിക്ഷ എവിടെ നിന്നാണ് കിട്ടുന്നില്ല ഇവിടെ നിന്ന്. അപ്പോൾ പരലോകത്തിൻ്റെ പ്രത്യേകത എന്താ, നരകത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത തിന്മ എന്താണോ ആ തിന്മയ്ക്ക് വളരെ കൃത്യമായ വളരെ യോജിച്ച ശിക്ഷ കിട്ടുന്ന ഒരു ലോകമാണ് പരലോകവും നരകവും ഒക്കെ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ അനുഭവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ശരീരഘടനയിൽ തന്നെ മാറ്റം വരുത്തുമെന്നാണ് ഹദീസിലുള്ളത്. നാളെ നരകത്തിലെത്തുമ്പോൾ നരകവാസികളായ ആളുകളെ ഭൂമിയിലുള്ള അതേ കോലത്തിൽ അവിടെ കൊണ്ടുപോയി ഇടല്ല, പിന്നെ അവൻ്റെ ശരീരഘടന തന്നെ മാറ്റം വരുത്തും. എന്താ ഹദീസിലുള്ളത്? സമയമില്ലാത്തതുകൊണ്ട് അറബി ഒഴിവാക്കാൻ. നരകവാസിയുടെ 2 ചുമലുകളുണ്ടല്ലോ, 2 ഷോൾഡർ. ഈ 2 ചുമലുകൾക്കിടയിലുള്ള വലിപ്പം എന്ന് പറയുന്നത് ഒരു യാത്രക്കാരൻ 3 ദിവസം അതിവേഗം യാത്ര ചെയ്താൽ, അങ്ങനെ ഹദീസ്, ഒരു യാത്രക്കാരൻ 3 ദിവസം വളരെ വേഗത്തിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം എത്രയെന്നറിയോ? ആ ദൂരം ഒരിക്കലും ഒരു ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡറിലേക്കുള്ള ദൂരം അത്ര വലിയ മനുഷ്യനായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അഥവാ മനുഷ്യനെ നരകത്തിന് വിറകായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ ശരിക്കും അവൻ ചെയ്ത തിന്മകൾക്കുള്ള ശിക്ഷ പൂർണ്ണമായും അനുഭവിക്കാൻ വേണ്ടി അവൻ്റെ ശരീരത്തിനുള്ള വലിപ്പം കൂട്ടിക്കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ തൊലിക്ക് കട്ടി കൂടുന്ന നരകവാസിയുടെ തൊലിയുടെ കനത്തെക്കുറിച്ച് എന്താ ഹദീസിലുള്ളതെന്ന് അറിയോ? പിന്നെ ഹദീസിൽ കാണാൻ കഴിയും, ജൽദിൽ കാഫിരി ഇസ്നാനി വർബഊന ദിറഅ. നരകത്തിലുള്ള ആളുകളുടെ തൊലിയുടെ കട്ടി, അതിൻ്റെ കനം 42 മുഴ. ഞങ്ങളത് കണക്ക് കൂട്ടി നോക്കിയേ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ റസൂൽ പറഞ്ഞ ചില കണക്കുകളാണ്. 42 മുഴങ്ങൾ അളന്നു നോക്കി മനക്കണക്ക്. ആ 42 മുഴമാണ് നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിയുടെ കട്ടി എന്നാണ്. എന്തിനാണെന്നറിയോ? അതിങ്ങോട്ട് അനുഭവിച്ച് അതുകൊണ്ടാണ് ഒരു ഹദീസിലുള്ളത്, നരകത്തിൽ കിടക്കുന്ന പാപിയായ മനുഷ്യൻ അതിനെ കത്തിക്കരിഞ്ഞ കരിക്കട്ട പോലെയാകും, കരിക്കട്ട പോലെ. എന്നാലും അവൻ്റെ ജീവൻ പോയിട്ടുണ്ടാവൂല. കാരണം അവനെ അനുഭവിപ്പിക്കുകയാണ് നരകത്തിൽ എന്നാണ്. അപ്പോൾ 42 മുഴം അവൻ്റെ തൊലിയുടെ കട്ടി. അവൻ്റെ പല്ലിനെക്കുറിച്ചും പല്ലിൻ്റെ മോണയെക്കുറിച്ചൊക്കെ ഹദീസിലുണ്ട്. അതിന് ഉഹുദ് പർവ്വതം പോലെ ഇരിക്കുന്ന, ഉഹുദ് പർവ്വതം പോലെ. നോക്കൂ നിങ്ങൾ, വല്ലാത്ത ചില ചിത്രീകരണങ്ങളാണ്. നരകത്തിൽ
മനുഷ്യൻ അനുഭവിക്കേണ്ട ചില അവസ്ഥകളെക്കുറിച്ച് പറയുക. എന്നിട്ട് ഈ തൊലി അതിങ്ങനെ കത്തിക്കരിഞ്ഞു പോകുമ്പോൾ ഖുർആൻ പറയാ, അങ്ങനെ തൊലി ഇങ്ങനെ കത്തിക്കരിഞ്ഞിങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും അല്ല പുതിയ തൊലി ഇങ്ങനെ കൊടുക്കും, പുതിയ തൊലി അല്ല ഇങ്ങനെ കൊടുക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കണം. ഇതൊക്കെ നരകത്തിൽ ചില അവസ്ഥകളാണ് പ്രിയമുള്ളവരെ. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. എന്താണത്? ഒരു മനുഷ്യന് ആ നരകത്തിലെ 2 ചെറിയ തീക്കട്ട അവൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്ന, ചില റിപ്പോർട്ടിൽ ചെരുപ്പിട്ട് കൊടുക്കുന്നൊക്കെ ഉള്ളത്. എന്തായിരുന്നാലും നരകത്തിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ ആ പ്രയോഗം അങ്ങനെയാണ്. അഹുവൻ അഹലിനാർന്ന, ഏറ്റവും ചെറുത്, അതിലും ചെറുത് വേറല്ല, ഏറ്റവും നിസ്സാരമായ ശിക്ഷ നരകത്തിലെ 2 തീക്കട്ട, അതുപോലെ 2 ചെരുപ്പ് അവന് ഇട്ടുകൊടുക്കുന്ന. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതോടുകൂടി അവൻ്റെ ഈ ഹദീസിലുള്ളത് ഈ ഇടുങ്ങിയ പാത്രത്തിൽ വെള്ളമൊഴിച്ചാൽ അതിങ്ങനെ തിളച്ചു മറിയുമല്ലോ എന്നതുപോലെ അവൻ്റെ പാദം മുതൽ തലച്ചോറ് വരെ അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന. ഇവൻ വിചാരിക്കും ഞാനാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്, പടച്ചോനെ വേറെ ആർക്കും ഇങ്ങനെ കൊടുക്കാതിരിക്കണേ അയാൾ പറയുന്ന. പക്ഷെ ഹദീസിലുള്ളത് അവൻക്കാണ് ഏറ്റവും ചെറുത്, അതിൽ ചെറുത് വേറല്ല. ഒരു ഹദീസിലുള്ളത് അങ്ങനെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഈ മനുഷ്യനോട് അള്ള ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നോക്കിക്കോളി, ദുനിയാവിൻ്റെ നിസ്സാരത മനസ്സിലായിക്കോളി. ഇന്ന് പലപ്പോഴും നരകത്തിൻ്റെ വഴിയിലൂടെ നമ്മിൽ പലരും സഞ്ചരിച്ചു കൊണ്ടിരിക്കാനുള്ള കാരണം ദുനിയാവാണല്ലോ, ദുനിയാവിലെ മോഹങ്ങളാണല്ലോ. അള്ള ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ നരകത്തിൽ ഈ ചെറിയ ശിക്ഷ അനുഭവിക്കണവനോടെ. അള്ള ചോദിക്കുന്ന എന്താ അറിയോ? ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് വിചാരിച്ചോ? ഈ പ്രപഞ്ച ലോകത്തിലെ മുഴുവൻ വിഭവങ്ങളും വേറെ ഒരു ഉടമസ്ഥനും അതിന്, എല്ലാം നിന്റെ മാത്രമാണ്. ഏക്കർ കണക്കിന് ഭൂമി, ബാക്കി എല്ലാ ഖനിജങ്ങളും സ്വർണവും വെള്ളിയൊക്കെ നിന്റേതാണ് എന്ന് വിചാരിച്ചോ? അങ്ങനെല്ലാം നിനക്കുണ്ടെങ്കിൽ ഈ നരകശിക്ഷയ്ക്ക് പകരം അതിങ്ങോട്ട് താന്ന് പറഞ്ഞാൽ നീ തരുമോ എന്ന് ചോദിക്കോത്രല്ല. ഈ സമയത്ത് മനുഷ്യർ ഒറ്റ വാക്കിൽ കൊടുക്കുന്ന മറുപടി കാരണം തര പടച്ചോനെ, എന്നാലും വിടുവെന്നാ. തര ഗൗരവമാണ് അവിടെ. ഞാൻ പറയുന്നത് എന്താ അറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. നരകമെന്ന് പറയുന്നത് അതും ഒരുപക്ഷെ നമ്മുടെ ഭാവനകൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ്. നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടുള്ള തീയൻ്റെ 70 ഇരട്ടി തീയാന്നാണ് നരകത്തിലുള്ളത്, 69 ഇരട്ടി എന്നൊക്കെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, റസൂലെ ഇവിടുത്തെ തീ തന്നെ വല്ലാത്ത തീയാണല്ലോ, ഇതിൻ്റെ 69 ഇരട്ടിയാണ് നരകത്തിലുണ്ടാവുക, അതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളൊരു തീപ്പെട്ടിക്കൊള്ളി കരുതി ആ കത്തണേൻ്റെ 69 ഇരട്ടി എന്നല്ല. പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിലെ തീ ദുനിയാവിലെ തീയിൻ്റെ 69 ഇരട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിളക്ക് കത്തിച്ചിട്ട് ആ കത്തിത്ര മൂന്നാ തീ ഉണ്ടല്ലോ, അതല്ല. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ തീയും ഒരുമിച്ച് കൂട്ടിയാൽ, അങ്ങനെ അതിന് വിശദീകരണം, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ തീയും ഒരുമിച്ച് കൂട്ടിയാൽ എത്രയുണ്ടോ അതിൻ്റെ 69 ഇരട്ടിയാണ് നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന തീ എന്നാ പറഞ്ഞത്. ഇതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടോ ഓർമ്മിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടോ ആണ് പലപ്പോഴും അള്ള പറഞ്ഞതുപോലെ നരകത്തിൻ്റെ ചില വിറകുകളെ നേരത്തെ അള്ള റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ ആ നരകത്തിൻ്റെ വിറകുകളാകണമെന്ന് ചില മനുഷ്യരിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന് ചില ആളുകളെ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ പലരും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. നരകത്തിൽ നിന്നുള്ള തീപാത്രം ഭൂമിയുടെ നടുക്കിൽ വെച്ച കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതൊക്കെയും നശിച്ചു പോകുന്ന പറയണേ. നരകത്തിൽ നിന്നൊരു ഹദീസ്, നരകത്തിൽ നിന്ന് ഒരു സൂചിയുടെ ദൂരം തുറന്നു വെച്ചാൽ, ഒരു സൂചി ഇങ്ങോട്ട് കുത്തി എത്ര ഓട്ട വരും? ഒരു കുഞ്ഞ സുഷിരം, അത്ര ഓട്ട നരകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ളതൊക്കെ കരിഞ്ഞു പോകുന്ന പറയണേ, കരിഞ്ഞു പോകുന്ന. അങ്ങനെ ഒരുപാട് ഹദീസുകൾ നരകവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് ഒരുമ്പെടുമ്പോൾ, പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ കാല് വെക്കാൻ മനസ്സ് ഒരുമ്പെടുമ്പോൾ, ഇബ്ലീസ് ക്ഷണിക്കുമ്പോൾ, ഇതൊക്കെ മനസ്സിൽ വരണം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ആ ബോക്സിംഗ് താരണ്ടല്ലോ മുഹമ്മദ് അലി ക്ലേ, ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, അദ്ദേഹം എപ്പോഴും കയ്യിലൊരു തീപ്പെട്ടി, മീൻസ്
ലൈറ്ററോ തീപ്പെട്ടിയോ കയ്യിൽ വെച്ച് നടക്കുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ ഇതിങ്ങനെ കയ്യിൽ വെച്ച് നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ വലിക്കാറില്ല, എനിക്ക് സ്മോക്ക് ചെയ്യാറില്ല ഞാൻ. പിന്നെന്തിനാണിത്? അദ്ദേഹം പറഞ്ഞത്, എപ്പോഴെങ്കിലുമൊക്കെ പടച്ച റബ്ബിനെ ധിക്കരിക്കാനുള്ള മനസ്സ് വരുമ്പോ, പിശാചിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എൻ്റെ മനസ്സ് പറയുമ്പോ ഞാനിത് ഇങ്ങോട്ട് എടുക്കും, അതിങ്ങോട്ട് കത്തിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചൂട് വെക്കും. അത് ചൂട് വെക്കുമ്പോൾ എനിക്ക് നരകത്തെക്കുറിച്ച് ഓർമ്മ വരും, ഞാനതിൽ നിന്ന് പിന്മാറും. കണ്ടോ, സ്വർഗത്തിലേക്ക് വഴിവെട്ടി തെളിച്ച ആളുകളാണ് അവരൊക്കെ. നരകത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ വേറെയുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ദാഹം എന്നതിനൊരു ശിക്ഷയാണ്. നരകത്തിൽ ദാഹം എന്നതിനൊരു ശിക്ഷയാണെന്നാണ് പറയണേ. അപ്പൊ ദാഹം സഹിക്കാൻ വയ്യാതെ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ, നമ്മളൊക്കെ ഓതുന്ന സൂറ റഹ്മാനിലും വാക്കികളൊക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നരകവാസികള് ദാഹം സഹിക്കാൻ വയ്യാതെ ഈ ജലാശയത്തിനും നരകത്തിനും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന, അവസാനം അവർ നരകത്തിൻ്റെ കാവൽക്കാരെ വിളിക്കും. അത് ഹദീസിൽ കാണാം. നരകത്തിൻ്റെ കാവൽക്കാരെ വിളിക്കും മലക്കുകൾ. എന്തിന്? ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടാനാണ് വിളിക്കുന്നത്, ദാഹിച്ചിട്ട്. പണ്ഡിതന്മാർ പറയാണ്, ആ നരകത്തിൻ്റെ മലക്കൊന്ന് വിളി കേൾക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കാൻ വർഷങ്ങൾ കഴിയും. എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും, തിരിഞ്ഞു നോക്കാൻ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വെള്ളം കൊടുക്കുന്ന വെള്ളം കത്തേക്കെന്നറിയോ? കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നരകവാസികൾക്ക് അനുഭവിക്കാൻ കുടിക്കാൻ കിട്ടുന്ന വെള്ളം ഒന്ന് മാഅൻ ഹമീമ, ചുട്ടുതിളച്ച വെള്ളം. ഖുർആൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം, ആമാശയവും കുടൽമാലയൊക്കെ ഉരുക്കിക്കളയുന്ന ചൂടുവെള്ളം എന്നാണ് അതിന് വിശദീകരിക്കുന്നത്. എന്നാലും ദാഹം മൂലം ഈ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കുന്ന പോലെ മനുഷ്യൻ ആ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന നരകത്തിൽ എന്നാണ് ഖുർആൻ അറിയാം. കൊടും ചൂടുവെള്ളം വലിച്ചു കുടിക്കുന്നത് മൂലം അവൻ്റെ കുടൽമാലകളൊക്കെ ചിന്ന ഭിന്നമായി പോകുന്ന ഖുർആൻ പറയണേ. അത്ര ചൂടുള്ള വെള്ളം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ ചായ കുടിക്കുമ്പോൾ ഒന്ന് ചൂട് അറിയാതെ നാവിൽ വെച്ചുള്ള അവസ്ഥ എന്താ? ആലോചിച്ച് നോക്കിയാൽ എന്താ സംഭവിക്കാം? മാൻ ഹമീമ എന്ന് പറഞ്ഞാൽ ചുട്ടുതിളയ്ക്കുന്ന വെള്ളം. അതങ്ങനെ കുടിക്കുമ്പോഴേക്ക് അവൻ്റെ ആമാശയമൊക്കെ ഉരുകിപ്പോകുമെന്നാണ് പറയുന്നത്. രണ്ടാമത് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ രണ്ടാമത്തെ വെള്ളം സ്വദീദ് എന്നതിൻ്റെ പേര്. അതെന്താ ഇതിൻ്റെ പ്രത്യേകത അറിയോ? ഈ പറഞ്ഞതൊക്കെ ചൂടുള്ള വെള്ളങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത്തെ പ്രത്യേകത എന്താ അറിയോ? നരകത്തിലുള്ള മനുഷ്യരുടെ മാംസത്തിൽ നിന്നും തൊലിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഒരു തരം ദ്രാവകമാണ് സ്വദീദ്. അതവൻക്ക് ഇറക്കാൻ പറ്റില്ല, തൊണ്ടേ കൊടുക്കുന്ന പറയണേ സ്വദീദ്. നരകത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു തരം ചോരയും ദ്രാവകവുമാണ് അത് എന്ന് പറയുന്നു ഖുർആൻ. അതവൻ കീഴ്പോട്ടിറക്കാൻ ശ്രമിക്കും, പക്ഷെ അത് തൊണ്ടയിൽ നിന്ന് അവൻ ഇറക്കാൻ കഴിയില്ല. 4 ഭാഗത്തുനിന്നും മരണം വരുന്ന പോലെ അവന് തോന്നും. ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ് പ്രിയമുള്ളവരെ, അല്ലേ? നമ്മൾ അറിയാതെ ചൂടുവെള്ളം ചായ കുടിക്കുമ്പോൾ അങ്ങോട്ട് ഒഴിക്കുകയും ചെയ്ത് തുപ്പാനും പറ്റൂല, ഇറക്കാനും പറ്റാത്ത അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഇനി ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമേജ് ചെയ്ത് നോക്കി ഇതൊക്കെ വീട്ടിൽ പോയിട്ട്. മൂന്നാമത് നരകത്തിൽ കൊടുക്കുന്ന മൂന്നാമത്തെ വെള്ളം ഗസീൽ. ഇതെന്താ അറിയോ? നരകവാസിയുടെ ഗുഹ്യഭാഗത്ത് നിന്ന് വരുന്ന ദുർഗന്ധമുള്ള ഒരു തരം വെള്ളം. ഇത് ആർത്തിയോടെ മനുഷ്യൻ കുടിക്കാൻ ശ്രമിക്കും, പക്ഷെ അവന് കുടിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ ഇങ്ങോട്ട് കുടിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അവൻ്റെ മുഖവും അവൻ്റെ ചങ്കൊക്കെ പാടെ ഉരുകിപ്പോയിട്ട് അത്രമാത്രം ചൂടായിരിക്കും. മറ്റൊരു തരം വെള്ളം ഗിസ്ലീൻ. ഇത് വേറെ ഖുർആൻ പറഞ്ഞതാ. ഫലൈസ ലഹു യൗമ ഹാഹുന ഹമീം വലാ തുആമിൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിന് പ്രത്യേകമായിട്ട് ഹദീസിൽ കാണാൻ കഴിയും, നരകത്തിൽ കിടക്കുന്ന ലൈംഗികമായ വൃത്തികേട് ചെയ്ത മനുഷ്യന്മാരുണ്ടല്ലോ, വേശ്യകളുണ്ടല്ലോ, അവരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദുഷിച്ച ദ്രാവകമാണത് ഗിസ്ലീൻ. നരകവാസികൾക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പടച്ചോ നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. മറ്റൊന്ന് എണ്ണച്ചണ്ടി പോലുള്ളൊരു തരം വെള്ളം. ഇത് കുടിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അവൻ്റെ മുഖം മുഴുവൻ കരിഞ്ഞു പോകും. ദാഹം കൊണ്ട് കുടിക്കാൻ കഴിയില്ല, പക്ഷേ കുടിച്ചേ പറ്റൂ, അതും ശിക്ഷയുടെ ഭാഗമാണ്. എന്നിട്ട് അവൻ്റെ തലൻ്റെ മുകളിലൂടെ അതങ്ങനെ കുടിക്കുമ്പോൾ ഉള്ളിലുള്ളതെല്ലാം ഉരുകി അവൻ്റെ മലദ്വാരത്തിലൂടെ അത് പുറത്തേക്ക് വരും.
അവന്റെ ശരീരത്തിനകത്തെ ആമാശയത്തിനകത്തുള്ള മുഴുവൻ വസ്തുക്കളും എന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ. ആണോ? ഇങ്ങനെ പലതരം വെള്ളങ്ങളെക്കുറിച്ച് ഗസാക്കെന്ന് വേറെ കൊടും തണുപ്പുള്ള വെള്ളം അവനെ കൊണ്ട് കുടിപ്പിക്കും. അവിടെ മുഹിൽ, ഒരു തരം ഉരുക്കിയ ലോഹം, ടാറ് പോലുള്ള ഒരു തരം കട്ടിയുള്ള ദ്രാവകത്തെയാണ് മുഹിൽ എന്ന് പറയുക. അതും അവനെ കൊണ്ട് കുടിക്കാൻ കൊടുക്കും. ഇങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള പാനീയങ്ങളെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് നരകത്തിൽ അനുഭവിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട രംഗം മാത്രമാണ് ഈ പറഞ്ഞത്. വേറെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. പലതരം തിന്മകളും തമ്മാടിത്തരങ്ങളും ചെയ്തവർക്ക് അനുഭവിക്കേണ്ട പല ശിക്ഷകളെക്കുറിച്ചും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, ഹദീസുകളിലുണ്ട്. ഈ പറഞ്ഞത് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെക്കുറിച്ച് മാത്രമാണ്. ഇനി ഭക്ഷണം ഉണ്ട് അവിടെ. ലൊരിയ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാണുന്ന ഒരു തരം മുളിച്ചെടിക്ക ലൊരിയ എന്ന് പറയാം. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ലൊരിയ. അതുകൊണ്ട് വിശപ്പൊന്നും മാറൂല. പിന്നെ അത് തിന്നണം. എന്തിനാ? ശിക്ഷയുടെ ഭാഗം ലൊരിയ. മറ്റൊന്ന് സഖൂം, ഇന്ന ഷജറത സഖൂം ത്വആമുൽ ലസീം. അസീം എന്ന് പറഞ്ഞാൽ കുറ്റവാളി തെറ്റ് ചെയ്തവർക്കുള്ള നരകത്തിലെ മറ്റൊരു ഭക്ഷണം അത് പിന്നെ സഖൂം എന്ന വൃക്ഷത്തിൻ്റെതാണ്. ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ. ഉരുകിയ ലോഹം പോലെ ഇരിക്കും അതിൻ്റെ കനികൾ, അത് വയറുകളിൽ തിളക്കും, ചുടുവെള്ളം തിളക്കുന്നത് പോലെ, ഇങ്ങനെയൊക്കെ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നരകത്തിൽ അനുഭവിക്കുന്ന ചില രംഗങ്ങളാണ്. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം ഹമീം സറാബീലുഹും മിൻ ഖത്റാൻ. തീ കൊണ്ടുള്ള വസ്ത്രം, ടാറ് കൊണ്ടുള്ള വസ്ത്രം, തീ കൊണ്ടുള്ള വിരിപ്പ്, പുതപ്പ്, ഇതൊക്കെ നരകത്തിൽ അനുഭവിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് പ്രിയമുള്ളവരെ. അപ്പോൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വസ്ത്രത്തിലൂടെയും മാത്രം അള്ളാഹ് കൊടുക്കുന്ന ചില ശിക്ഷാ രീതികളാണ് ഈ പറയുന്നതൊക്കെ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. വേറെ ഒരുപാട് അനുഭവങ്ങൾ ആ നരകത്തിലുണ്ട് എന്ന് വീണ്ടും ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നരകം അത് അത്രമാത്രം ഭീകരമായത് കൊണ്ടാണ് അത് കണ്ട് ബോധ്യപ്പെടുന്ന മനുഷ്യൻ നാളെ പടച്ച റബ്ബിനോട് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയോ? മഹ്ശറാ ലോകത്ത് നിൽക്കുമ്പോൾ ഈ നരകത്തങ്ങനെ കണ്ണുകൊണ്ട് കാണും മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? പടച്ച റബ്ബേ, യുബസ്സിറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനി വസ്വഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതി തുഅവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. പടച്ചോനെ, എൻ്റെ കുട്ടികളെ, മക്കളെ, ഭാര്യനെ, ഉമ്മാനെ, ഉപ്പാനെ, അയൽവാസിനെ, ഫ്രണ്ട്സ് എന്നല്ല, ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഞാൻ പകരം തരാം, എന്നെ നീ രക്ഷിക്കുവോ? ചോദ്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നരകത്തിന്റെ ഭീകരത കണ്ട് പേടിച്ച് കണ്ണു തുള്ളുന്ന മനുഷ്യൻ അള്ളാഹിനോട് കെഞ്ചുന്നൊരു രംഗണ്ട് അവിടെ. എന്താണെന്നറിയോ? ഭൂമി ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരെ ഞാൻ എന്നൊരു വ്യക്തിക്ക് പകരം തരാം, പണയം തരാം. പടച്ചോൻ, ആ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരുമോ? മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യ കൂട്ടരെ. എന്തുകൊണ്ട്? ആ നരകം ഭീകരമാണെന്ന് നാളെ മനസ്സിലാക്കുമ്പോഴാ. കണ്ടോ പ്രിയമുള്ളവരെ, വെറുതെ ഭയപ്പെടുത്താനാണോ റബ്ബ് നരകത്തെക്കുറിച്ച് പറയണത്? അല്ല, സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ വേണ്ടിയിട്ടാ, സൂക്ഷ്മത പുലർത്താൻ വേണ്ടിയിട്ടാ, പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല അതൊന്നും ഖുർആൻ. സൂക്ഷ്മത പുലർത്താൻ, ജാഗ്രത പുലർത്താനാ. നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾക്കൊപ്പം അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ് ഉണ്ടാകും. എന്തിനാണത്? നമ്മൾ സുരക്ഷിതരായിട്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാ, അല്ലേ? ചിലപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ അവിടെ ഇടുങ്ങിയ പാലത്തിന് ചിത്രം ഉണ്ട്, അത് പേടിപ്പിക്കാൻ വേണ്ടി തരുന്നതല്ല, അതൊരു മുന്നറിയിപ്പാണ്, ശ്രദ്ധിക്കണം എന്ന് പറയാനാ. ഇതുപോലെ നരകത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ചില ധാരണകൾ നമുക്ക് തരുന്നത് ശ്രദ്ധിക്കാനും സൂക്ഷ്മതയോടെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം. അപ്പം ഈ നരകത്തെക്കുറിച്ചുള്ള പേടിയും ബേജാറൊക്കെ ഉള്ളത് കൊണ്ടാണ് മുൻഗാമികളൊക്കെ അതിനെ അങ്ങനെ പേടിച്ച് ജീവിതത്തെ ഫിൽട്ടർ ചെയ്തെടുത്തത്. മായിസ് എന്ന സഹാബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയൂലേ, വിശദീകരിക്കാനുള്ള നേരോടല്ല. വ്യഭിചരിച്ചു, ഒരു പെണ്ണുമായി ഒരു സമയത്ത് പൈശാചികതയിൽ പെട്ടുപോയി, വ്യഭിചരിച്ചു പോയി. റസൂല് മുമ്പിൽ വന്നിട്ട് തെറ്റേറ്റു പറയാൻ വരിക, ശിക്ഷ ഏറ്റുവാങ്ങാൻ വരിക. അപ്പോൾ റസൂല് തിരിച്ചയക്കുന്നുണ്ട്. കാരണം വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷ എന്താ പറയുക? ദുനിയാവിൽ ജീവനോടെ പകുതി കണ്ട് കുഴിച്ചിടും, ജീവനോടെ അരവര മണ്ണിൽ കുഴിച്ചിടും, എന്നിട്ട് കല്ലുകൊണ്ട് പച്ചക്ക് എറിഞ്ഞു കൊല്ലല. അങ്ങനെ ആ രംഗം മനസ്സ് കണ്ടു നോക്കി. അത് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണത്. അപ്പോൾ റസൂല് തിരിച്ചയച്ചു. മായിസ് എത്തിച്ചെന്ന് ചെയ്തില്ല, വെറുതെ പറയായിരിക്കും. അപ്പോൾ പിന്നെ വന്നു റസൂൽ, ഞാൻ വ്യഭിചരിച്ചു റസൂൽ, എനിക്ക് ശിക്ഷ വേണം. അപ്പോൾ റസൂല് പലതും പറഞ്ഞ് തിരിച്ചയക്കാൻ ശ്രമിച്ചു. പക്ഷെ അവസാനം മായിസ് ശിക്ഷ ഏറ്റുവാങ്ങി. എന്തുകൊണ്ടാണെന്നറിയോ? തൻ്റെ അരവര മണ്ണിൽ കുഴിച്ചിട്ട് ജീവനോടെ തൻ്റെ ശരീരത്തിലേക്ക് കല്ലുകൾ കൊണ്ട് തുരുതുര എറിഞ്ഞു കൊല്ലുമെന്നെ അറിയാം. പക്ഷേ നാളെ വരാനിരിക്കുന്ന നരകത്തിലെ ശിക്ഷ ഉണ്ടല്ലോ, ആ നരകത്തിനേക്കാൾ ഭേദം ഇതാ. ആ നരകത്തിനേക്കാൾ ഭേദം ഞാൻ ചെയ്ത തെറ്റുകൾ റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ശിക്ഷ വാങ്ങണതാ. കാരണം
ആ നരകം സഹിക്കാൻ പറ്റൂല, ആ നരകം അനുഭവിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ തിരിച്ചു പോകാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ചുട്ടുപഴുത്ത മണലിൽ വസ്ത്രങ്ങളെ കഴിച്ചു വെച്ച് കിടന്നുരുള ഒരു സഹാബി. എന്നിട്ട് ഓതുക ഖുർആനായത്, ദൂക്കി നാറ ജഹന്നമ അശദ്ദു ഹർറ. സ്വന്തത്തോട് പറയാ, ദൂക്കി നാറ ജഹന്നമ അശദ്ദു ഹർറ. നാളെ വരാനിരിക്കുന്ന നരകം, അതിന്റെ ചൂട് അത് ഇതിനേക്കാൾ കഠിനമാണ്. അതുകൊണ്ട് അനുഭവിച്ചോ, സൂക്ഷിച്ചോ. സ്വന്തം വാണിംഗ് കൊടുക്കുക. എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞെന്നറിയോ? ആ നരകം എന്നത് ഭീകരമാണെന്നും ബീഭത്സമാണെന്നും നരകത്തിൻ്റെ ഒരു പൊരി പോലും അനുഭവിക്കാനുള്ള ശേഷി മനുഷ്യരായി നമുക്കില്ല എന്നതുകൊണ്ടാണ് അവർ ദുനിയാവിൽ ഇങ്ങനെ മാറാൻ ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, അപ്പം നമുക്കൊന്നും ഇങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ പടച്ചെറുപ്പ് പറയുന്നൊരു വിഭാഗത്ത് നമ്മൾ പെടും. ഏതറിയോ? ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഖുദൂഹു ഫഗുല്ലൂ തുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുക്കൂ. അല്ലാഹ് മലക്കുകളോട് പറയുന്ന വർത്തമാനാണ്, അവനെ പിടിച്ച് നരകത്തിലേക്കിട്, അവനെ ചങ്ങലയിൽ കെട്ടിയിട് എന്നൊക്കെ പടച്ചറബ് മലക്കുകളോട് പറയുന്ന രംഗം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇതിൽ പെടാതിരിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ ഈ നിറപ്പകിട്ടാർന്ന ദുനിയാവിൽ ഇങ്ങനെ മതിമറന്നിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, പിശാചിൻ്റെ വിളികൾക്ക് ഇങ്ങനെ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നമസ്കരിക്കാൻ സമയമായി പള്ളിയിൽ കയറാൻ തീരുമാനിക്കുമ്പോഴും വരും പിശാച്, വരും പല ചിന്തകളായിട്ട് വരും, പിന്തിരിപ്പിക്കാൻ വരും. നന്മയിലൂടെ മുന്നേറാൻ തീരുമാനിക്കുമ്പോഴും കൂട്ടുകാരും കൂട്ടുകെട്ടും വരും, ഇബ്ലീസിന്റെ രൂപത്തിൽ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ദുനിയാവിൻ്റെ നിറപ്പകിട്ടാർന്ന ദുനിയാവിൻ്റെ പിന്നിൽ അങ്ങനെ ഓടി പരലോകത്തെ മറക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇത് ഓർക്കാൻ ശ്രമിക്കണം. ആ നരകം അതിൽ നിന്ന് ഓടിയൊളിക്കാൻ, അതിൽ നിന്ന് ഓടിയൊളിക്കാൻ ആർക്കും സാധ്യമല്ലെന്ന തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ കഴിയണം. നേരത്തെ മുഹമ്മദ് അലി ഖ്ലൈനൊക്കെ കുറിച്ച് പറഞ്ഞതുപോലെ നിരന്തരം നമ്മൾ വിചാരണ ചെയ്യുക, നിരന്തരം നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്തൊക്കെ ഒന്ന് ശ്രമിക്കുക. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് 2 കോളം വരയ്ക്കുക, ഒന്ന് നരകം ഒന്ന് സ്വർഗം. എന്നിട്ടൊന്നിങ്ങനെ വൈകുന്നേരം കിടക്കാതിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ജീവിതത്തിൽ, ഞാൻ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും, ഇന്ന് രാവിലെ മുതൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളും ഞാൻ ചിന്തിച്ച കാര്യങ്ങളും എല്ലാം 2 കോളത്തിൽ ഇങ്ങനെ എഴുതുക. അപ്പം നരകത്തിലേക്ക് പോകാൻ സാധ്യമാകുന്നതാണ് ചെയ്തെങ്കിൽ അതിൽ അങ്ങനെ എഴുതുക, സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊക്കെ പറ്റും അതൊക്കെ അതിലിങ്ങനെ എഴുതുക. ഇന്ന് നമ്മളൊന്നിങ്ങനെ നോക്കുക, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെ 2 കോളങ്ങൾ ഞാൻ ഫില്ല് ചെയ്തപ്പോൾ ഏതിലാണ് കൂടുതൽ വരികൾ ആലോചിക്കാൻ കഴിയണം. അങ്ങനെ നിരന്തരമായ വിചാരണയിലൂടെ ആ നരകത്തിൽ നിന്ന് ഓടിയകലാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച ആ വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.